നമസ്കാരം. ഇന്നത്തെ വാർത്തകളിലൂടെ ഇന്ന് 22/2. ഇപ്പം മലയാള മനോരമയുടെ ആദ്യത്തെ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പേജിൽ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് രഞ്ജി ട്രോഫി ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിലെത്തിയ ഒരു വാർത്തയാണ്. ഉയരെ കേരളം സെമി ഫൈനൽ ഗുജറാത്തിനെ മറികടന്ന് 2 റൺസ് ലീഡിൻ്റെ ബലത്തിൽ കേരളം സെമി ഫൈനലിലെത്തി. ഞാൻ കേരളത്തിനൊപ്പം സുനിൽ ഗവാസ്കർ പറയുന്ന ഒരു ബൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെ ഹെഡ്ലൈൻ എന്ന് പറയാൻ, നിക്ഷേപക ഉച്ചകോടി ആദ്യ ദിവസം 35,000 കോടി വാഗ്ദാനം, ഉയരാൻ കേരളം. അപ്പോൾ കേരളത്തിൽ നിക്ഷേപകരുടെ നാടാക്കുകയെന്ന ലക്ഷ്യത്തോട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ആദ്യ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത് 35,000 കോടിയോളം രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. നന്നായിട്ട് നടക്കട്ടെ. ഒറ്റക്കെട്ട് കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി പി രാജീവ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുമായി സൗഹൃദം പങ്കിടുന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ചൈന ബന്ധം നിർണായകം, മുന്നേറ്റമെന്ന് വിദേശകാര്യമന്ത്രി. വിപണിയിലേക്ക് റിസർവ് ബാങ്കിൻ്റെ $1000 കോടി. ഇപ്പോൾ ബാങ്കുകളിലെ ലഭ്യത വർദ്ധിപ്പിക്കാനായി റിസർവ് ബാങ്ക് $1000 കോടി, ഏകദേശം 86,000 കോടി രൂപ വിപണിയിലേക്ക് ഇറക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ. ഓഹരി വിപണിയിലെ ഒരു ഉണർവ് ഏകാൻ വേണ്ടിയിട്ടാണ്. കടൽ മണലത്തിൻ്റെ ഖനനം ആദ്യം കൊല്ലം തങ്കശ്ശേരി മുതൽ ചവറ വരെ. ഇന്ന് രാപ്പകൽ സമരമുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി ഏപ്രിൽ 22 വരെ നീട്ടി. അപ്പോൾ ആദ്യം കൊല്ലം തങ്കശ്ശേരി മുതൽ ചവറ വരെയാണ് കടൽ മണൽ ഖനനത്തിനുള്ള ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിക്ക് സമീപത്തു നിന്ന്. തങ്കശ്ശേരി മുതൽ വടക്കോട്ട് ചവറ വരെയാകും ആദ്യഘട്ടത്തിൽ ഖനനം. കൊല്ലത്തിൻ്റെ കടൽ മേഖലയിൽ 3 ബ്ലോക്കുകളിലാണ് ഖനനമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും പ്രദേശം ഏതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് സമീപത്തു നിന്ന് വടക്കോട്ട് കടൽ 27 മുതൽ 33 കിലോമീറ്റർ വരെ ദൂരെയാണ് ആദ്യ ഖനന മേഖല. അപ്പോൾ ഇന്ന് അതിനെതിരെ കടലിൽ രാപ്പകൽ സമരം ഇന്നുണ്ടാവും. കോൺഗ്രസും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും കടലിൽ നടന്ന രാപ്പകൽ സമരം ഇന്ന് വൈകിട്ട് 5 മുതൽ നാളെ രാവിലെ 8 വരെ. അപ്പോൾ അതിന് രാപ്പകൽ സമരം എന്ന് പറയാൻ പറ്റത്തില്ല, രാത്രി സമരം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പകലും രാത്രിയും ഒരുമിച്ച് ചെയ്യുന്നതിനാണ് രാപ്പകൽ സമരം നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്, അല്ലേ? സോറി, നമ്മൾ സെക്കൻഡ് പേജ് ലെഫ്റ്റിലൊരു പേജ് ഉണ്ടായിരുന്നു. ആദ്യത്തെ പേജ് മുഴുവൻ നമ്മൾ പരസ്യമായതുകൊണ്ടാണ് അത് വിട്ടുകളഞ്ഞത്. പ്രാദേശികം സാമ്പത്തിക വർഷം പണം ചെലവഴിക്കാൻ ഇനി 6 ആഴ്ചയും കൂടി ഉള്ളൂ. ഇത്രയും കോടി 240.83 കോടിയുടെ പദ്ധതികൾ ചെലവഴിച്ചത് വെറും 119.29 കോടി മാത്രമാണ് ചെലവിട്ടത്. ബാക്കിയുള്ള പണം ചിലവഴിക്കാൻ കഴിയാതെ കോർപ്പറേഷൻ. അപ്പം പണം ഉണ്ട്, ചിലവഴിക്കാൻ കാര്യങ്ങളില്ല. നല്ല കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനാണ് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് കേട്ടോ, തിരുവനന്തപുരം കോർപ്പറേഷൻ. പണം ചിലവഴിക്കാനില്ലാതെ. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി വെറും 6 ആഴ്ച, 1.5 മാസമേ ഉള്ളൂ. തമ്പരങ്ങൾ അഭിനയ ശില്പശാല റോഡ് വൃത്തിയാക്കി നൽകിയ ചെറിയ ന്യൂസുകളുണ്ട്. മലയാളത്തിൻ്റെ നന്മകൾ പങ്കിട്ട് മാതൃഭാഷാ ദിനാചരണം. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചിന് പിഴ. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച് സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചത് പ്രദേശത്ത് ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചു. കറക്റ്റാണ്. ഒരു തരത്തിലും പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കരുത്. അതിൽ നിന്ന് വരുന്ന പുകയെന്ന് പറയുന്ന നമ്മുടെ ലങ്സിനെയൊക്കെ വളരെയധികം ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് നിങ്ങൾ ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്തു തന്നെ വിടുക. ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കണം കേട്ടോ. ജല അതോറിറ്റി ഓഫീസിൽ ഉപഭോക്താവിനെ മർദ്ദിച്ച സംഭവം 2 ജീവനക്കാരെ സ്ഥലം മാറ്റി. മർദ്ദിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ. പക്ഷേ വാട്ടർ ചാർജ് കുടിശ്ശിക വന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന ജലവിഭാഗ ഉദ്യോഗസ്ഥനെയാണ് ഉപഭോക്താവിനെയാണ് മർദ്ദിച്ചത്. പ്രതിയെ കിട്ടിയില്ല, ബംഗാൾ പോലീസ് മടങ്ങിപ്പോയി. ബംഗാളിലെ പോലീസ് സ്റ്റേഷൻ വെടിവെപ്പ് കേസിലെ പ്രതിയെ തിരിഞ്ഞ് തലസ്ഥാനത്തെത്തിയ ബംഗാളിലെ മണിച്ചക് പോലീസ് തിരച്ചിൽ മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി. ഇവിടെ കറക്റ്റ് എന്താ പറയുന്നത്, അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് 1000-കണക്കിന് ആൾക്കാരാണ്. അതിനിടയ്ക്ക് എവിടെ പോയിട്ട് കണ്ടുപിടിക്കാനാണ്. നമ്മൾ മൂന്നാമത്തെ പേജിലേക്ക്, വർത്തമാനം പേജാണ്. ടെൻഷൻ വേണ്ട, പ്രധാന ഭാഗങ്ങൾ പഠിച്ചു മുന്നേറാം എന്നുള്ള കുട്ടികളുടെ ഒരു കൂൾ ഓഫ് ടൈം. നമ്മുടെ സബ് കളക്ടർ OV ആൽഫ്രഡ് പറയുന്ന ഒരു കാര്യങ്ങളാണ്. ആൽഫ്രഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കാര്യങ്ങൾ, ലേഖനമാണ് അതിനെക്കുറിച്ചിട്ടുള്ള. സ്വാമി ശാശ്വതികാനന്ദ മതാതീതാത്മീയതയുടെ വക്താവ് ഹസൻ പറയുന്നുണ്ട്. വിഴിഞ്ഞ നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം. നഷ്ടപരിഹാര നടപടി തുടങ്ങി. പദ്ധതിക്ക് PPAC അംഗീകാരം ലഭിച്ചിട്ടില്ല.
വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം 4 മാസത്തിനുള്ളിൽ തുടങ്ങുമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം നഷ്ടപരിഹാര വിതരണത്തിനുള്ള നടപടികൾ പുനരാരംഭിക്കുന്നു. ഫണ്ട് അനുവദിക്കുന്നവരെ നഷ്ടപരിഹാര നടപടികൾ നിർത്തിവെക്കണമെന്ന് ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. പദ്ധതിക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രസൽ കമ്മിറ്റിയുടെ PPPAC അംഗീകാരം ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ നാവായിക്കുളം തേക്കട പാരിസ്ഥിതിക അനുമതിക്ക് റിപ്പോർട്ട് നൽകി. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാര നടപടി തുടങ്ങിയെന്നാണ് പറയുന്നത്. ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ളതാണ്. കേന്ദ്രം 5000 കോടി നൽകുമോ? 1629 കോടി രൂപ വിവിധ ഇനങ്ങളായി സംസ്ഥാനം നൽകും. നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് 5000 കോടി രൂപ നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചെങ്കിലും അതിൽ നല്ലൊരു പങ്ക് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. പദ്ധതിയുടെ ആകെ ചെലവാണ് ഗഡ്കരി പ്രഖ്യാപിച്ച ഏകദേശം 5000 കോടി രൂപ. ഇതിൽ 1629 കോടി രൂപ വിവിധ ഇനങ്ങളിലായി സംസ്ഥാനം നൽകുന്നതാണ്. ഔട്ടർ റിംഗ് റോഡിനായി കിഫ്ബി, ദേശീയപാത അതോറിറ്റി, തലസ്ഥാന മേഖലാ വികസന പദ്ധതി 2, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ഉൾപ്പെട്ട കരാർ പ്രകാരമാണ് സംസ്ഥാനം തുക നൽകുന്നത്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ നഷ്ടപരിഹാരത്തിൽ 50% കിഫ്ബി മുഖേന സംസ്ഥാനത്ത് നൽകുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. ആശാ വർക്കർമാർ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് CPM ഭീഷണിയെന്ന ആരോപണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. വിഷയത്തിൽ തീരുമാനമാകാതെ പിന്മാറില്ലെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സമരം 12 ദിവസം പിന്നിടുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടന്ന ആശാ വർക്കർമാർ അഭിവാദ്യം അർപ്പിക്കാനായി UDF കൺവീനർ MM ഹസൻ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന പ്രവർത്തകരോടൊപ്പം പിഞ്ചു കുഞ്ഞുമായി സമരമുഖത്ത്. സമരത്തിൽ പങ്കെടുക്കാൻ 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞുമായി പുതുക്കുറിച്ചി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആശാ വർക്കർ S. സുരവി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളാണ്. ആശാ വർക്കർമാർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിൻ്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷം. ഏറ്റവും ഉയർന്ന ഓണറേറിയം മന്ത്രിയുടെ വാദം തെറ്റ്. തുക എത്ര പേർക്ക് ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി വെളിപ്പെടുത്തണമെന്ന് സംഘടനാ ഭാരവാഹികൾ. അപ്പോൾ ആ ഒരു വാർത്തകളാണ് ഇവിടെ കിടക്കുന്നത്. കാരണം ആശാ വർക്കർമാർ എല്ലാവർക്കും ശമ്പളം കൂട്ടുന്നു. PSCക്കാർക്ക് കുത്തനെ കൂട്ടി, അതുപോലെ പ്രോസിക്യൂട്ടർമാർക്ക് കൂട്ടി. പക്ഷെ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ഓണറേറിയം കുടിശ്ശികയായിട്ട് പോലും ഇപ്പോഴും കിടക്കുകയാണ്. PSC അംഗങ്ങളുടെ ശമ്പള വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ PSC ഓഫീസ് മാർച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ക്യാമറ കറക്റ്റല്ല. ഇന്നലെ ഈ ക്യാമറ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ വാർത്ത വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല ഓഫീസിൽ പോകാൻ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. PSC അംഗങ്ങളുടെ ശമ്പള വർധന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ലോക്കോ പൈലറ്റുമാർക്കുള്ള വിവാദ സർക്കുലർ പിൻവലിച്ചു. മരുന്നിനും പഴങ്ങൾക്കുമുള്ള വിലക്ക്. ഇങ്ങനെയുള്ള ഒരു വാർത്തയാണ്. പ്രാദേശികത്തിലെ അറിയിപ്പും കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ചുമായിട്ടുള്ളൊരു നമുക്ക് എടുത്തു പറയാനുള്ള അറിയിപ്പുകളൊന്നും ഇതിനകത്തില്ല. കേരള സിൻഡിക്കേറ്റ് സർവകലാശാല യോഗം 4ാമത്തെ ക്ലാസിഫൈഡ് കോളമാണ്. 5ാമത്തേത് വർത്തമാനം. മരമടി മത്സരം ബിൽ അവതരിപ്പിക്കാൻ നടപടി. തിരുവനന്തപുരം സംസ്ഥാനത്ത് കാളപ്പൂട്ട്, കന്നുപൂട്ട്, മരമടി മത്സരങ്ങൾ നിയമവിധേയമായി നടത്തുന്നതിന് ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ നടപടി തുടങ്ങി. ഓക്കെ, നമ്മൾ തമിഴ്നാടാണുള്ളത്. ഇപ്പോൾ കേരളത്തിലും നടത്താൻ വേണ്ടിയിട്ടുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള നടപടിയാണ്. ഡിലിമിറ്റേഷൻ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്തി. ജില്ലയിലെ 73 പഞ്ചായത്തുകളിലെ വാർഡ് വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാനായി സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ ഷാജഹാന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന ഹിയറിംഗിൽ 11 ബ്ലോക്കുകളുടെ അടിസ്ഥാനം നടത്തുന്നു. കൈക്കൂലി അറസ്റ്റിലായ RTIക്ക് സസ്പെൻഷൻ. കേരളത്തിലുണ്ടായത് 0 നിക്ഷേപവും 0 തൊഴിലും. രാജീവ് ചന്ദ്രശേഖർ. ഇതിടത് കോൺഗ്രസ് സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടന്ന നിക്ഷേപ സംഘങ്ങൾ വഴി 0 നിക്ഷേപവും 0 തൊഴിലുമാണ് ലഭിച്ചതെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ബൈറ്റാണ് അപ്പോൾ നമ്മൾ കണ്ടത്. വർത്തമാനം 6-ാം പേജിൽ. ചികിത്സ തുടരുന്നതിനിടെ ഹൃദയാഘാതം. മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പൻ ചരിഞ്ഞു. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷകൾ കെടുത്തി ആതിരപ്പള്ളി കൊമ്പൻ യാത്രയായി. മസ്തകത്തിൽ മുറിവേറ്റ് കഴിഞ്ഞ ദിവസം നമുക്ക് വനത്തിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ് ചരിഞ്ഞത്. അല്ലെങ്കിൽ വളരെ ചുരുക്കം വന്യമൃഗങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ മരിക്കാതിരിക്കുന്നുള്ളൂ. ഒരു കാട്ടുകാരനെ കുറച്ച് ദിവസം കൂടി ജീവിച്ചാനേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല. ഹൈക്കോടതി. മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല.
30 വർഷത്തോളം MLA എന്ന അനുഭവ സമ്പത്തുണ്ടായിട്ടും എളുപ്പം പ്രകോപിപ്പിക്കാൻ പറ്റുമെങ്കിൽ PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്നും ഹൈക്കോടതി. രാഷ്ട്രീയക്കാർ സമൂഹത്തിന് മാതൃകയായിരിക്കണം. മതവിദ്വേഷമുണ്ടാകുന്ന അധിക്ഷേപ പ്രസ്താവനകൾ നടത്തിയിട്ട് മാപ്പപേക്ഷ നടത്തിയെന്ന് പറയുന്നത് സ്വീകാര്യമല്ലെന്നും ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ PC ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ PC ജോർജിന് ഹൈക്കോടതി പറഞ്ഞ ആ ഒരു ലേഖനമാണ് ഈ ഒരു വാർത്ത. വയനാട് പുനരധിവാസ നിർദ്ദേശവുമായി ഹൈക്കോടതി. കേന്ദ്ര വായ്പ സംബന്ധിച്ച ആശങ്ക രേഖാമൂലം അറിയിക്കണം. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം വ്യക്തത വരുത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വായ്പ സംബന്ധിച്ച ആശങ്ക രേഖാമൂലം അറിയിക്കണം. അതെല്ലാം എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നതും എത്ര കോടി രൂപയാണ് അനുവദിച്ചതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. PSC അംഗങ്ങളുടേത് നിയമാനുസൃത ശമ്പള വർധന. മന്ത്രി ബാലഗോപാൽ. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനം മെയ് 16 മുതൽ. IAS തലപ്പത്ത് നിയമപോര്. ചീഫ് സെക്രട്ടറിയെ കോടതിയലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഹർജിയിൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നോട്ടീസ്. കോടതിയലക്ഷ്യത്തിന് നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കെതിരെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ B. അശോക് രംഗത്തിറങ്ങിയതോട് സംസ്ഥാനത്തെ ഭരണ സർവീസ് തലപ്പത്ത് അസാധാരണ നിയമപോര്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോക് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ ഏപ്രിൽ 1 നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചു. ആ ഒരു വാർത്തയാണ്. പ്രൊഫസർ KK കൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ച ഒരു വാർത്തയുണ്ട്. രാഹുലിൻ്റെ വിമർശനത്തിന് മറുപടി കോൺഗ്രസ് BJPയുടെ B ടീം എന്ന് ഡൽഹി തെളിയിച്ചു മായാവതി. കോൺഗ്രസ് BJPയുടെ B ടീം എന്ന് ഡൽഹി തെളിയിച്ചു എന്ന് മായാവതി പറഞ്ഞാൽ കോൺഗ്രസ് അതിനെക്കുറിച്ച് ഞാനിപ്പം ഒന്നും പറയുന്നില്ല. BJPയുടെ B ടീമായിട്ടാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ കൂടി നിൽക്കാനായിട്ട് നമ്മുടെ കേജ്രിവാളിന് പല തവണയും താല്പര്യമില്ലാത്തതാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ടിംഗ് ശതമാനം കൂടി. സീറ്റ് കിട്ടിയോ കിട്ടിയില്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും കയറി വരാൻ കഴിയട്ടെ, അല്ലെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ ഉള്ളവർ ഭരിക്കട്ടെ. എന്തായാലും ജനങ്ങൾക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ ഭരിച്ച് അവരുടെ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തി കൊടുത്താൽ മതി. അതിനാണല്ലോ നമ്മൾ ഈ ഭരണാധികാരികളെ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ചട്ടലംഘനം BBCക്ക് 3.4 കോടി രൂപ ഉള്ള വാർത്തകളാണ്. ഹമാസ് വിട്ടു നൽകിയ ഭൗതിക അവശിഷ്ടം ഷിറി ഷിബസിൻ്റേതല്ലെന്ന് ഇസ്രയേൽ. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ച ഒരു വാർത്ത ഇവിടെയുണ്ട്. നികുതി പിരിവ് മോശം. തദ്ദേശ സ്ഥാപനങ്ങളുടെ 12.63 കോടി കുറയ്ക്കും. ആനകളെ കൊണ്ടുവരുന്ന തടഞ്ഞ ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ബലമായി മോചിപ്പിച്ച CPM പ്രവർത്തകർ അറസ്റ്റിൽ. കിഫ്ബി ടോൾ സൂചനയോട് LDF സർക്കുലർ. അപ്പോൾ കിഫ്ബിയുടെ ടോള് നടത്തുമെന്നുള്ളതാണ് LDFിൻ്റെ ഒരു സർക്കുലർ എന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. മാർ ഇവാനിയോസ് കോളേജിൽ നടന്ന മാർ ഇവാനിയോസ് ട്രോഫി ഇന്റർ കോളേജ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റിൽ വനിതകളുടെ ഫൈനലിൽ പാല അൽഫോൺസ കോളേജും നീല ജേഴ്സി കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജും തമ്മിൽ നടന്ന മത്സരത്തിൻ്റെ ഒരു ദൃശ്യമാണ് കൊടുത്തിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ കമ്പനി അനുമതി തടഞ്ഞ കമ്മീഷൻ. KSEB അപേക്ഷ നൽകിയിട്ട് 1 മാസം. ഇപ്പോൾ വൈദ്യുതി കണ്ടെത്താൻ തീവ്ര ശ്രമം. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒരു അനുമതി തടഞ്ഞ് കമ്മീഷൻ വന്നതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് കേട്ടോ. PP ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി കേസ്. ബെനാമി ഇടപാട് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയെന്ന് മുഹമ്മദ് ഷമ്മാസ്. നമ്മൾ PP ദിവ്യ അറിയാമല്ലോ, നമ്മളെ ADM മരിക്കാൻ കാരണക്കാരിയായ വ്യക്തി. ഗർഭപാത്രത്തിനുള്ളിൽ സർജിക്കൽ മോപ്പ്. ഡോക്ടർക്ക് 3 ലക്ഷം പിഴ. സ്റ്റാഫ് നഴ്സാണ് ഉത്തരവാദി എന്ന വാദം തള്ളി ലോകതലത്ത്. സർജിക്കൽ മോപ്പ് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തുന്നിയ സംഭവത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സൂജ അഗസ്റ്റിന് 3 ലക്ഷം രൂപ പിഴ. ഇതിന് പുറമെ 10,000 രൂപ ചികിത്സയും 5,000 രൂപ കോടതി ചെലവും നൽകണമെന്നും സ്ഥിരം ലോക് അദാലത്ത് വിധിച്ചു. 2022 ജൂലൈ 2 അമരവിള പ്ലാവില GJ കോട്ടേജിൽ ജിത്തു 24 സിസേറിന് വിധേയായത്. 1 മാസത്തിനകം നീരും പഴുപ്പും കെട്ടിയതിനെ തുടർന്ന് ജിത്തു ഡോക്ടർ സുജയെ വീട്ടിൽ പോയി കണ്ടു. ഗുരുതരമായി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്ന് നൽകി മടക്കി അയച്ചു. 3 തവണയാണ് ജിത്തു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടത്. വേദന രൂക്ഷമായതോടെ 23 മാർച്ച് 3 SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിസേറിൻ വേളയിൽ രക്തവും മറ്റും വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സർജിക്കൽ മോപ്പ് ഗർഭപാത്രത്തിനുണ്ടെന്നപ്പോഴാണ് കണ്ടെത്തിയത്. തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ മോപ്പ് പുറത്തെടുത്തു.
അപ്പോൾ അതിനെതിരെയാണ് ഡോക്ടർക്ക് പിഴ വന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നഴ്സാണ് ചെയ്തത്, തൻ്റെ ഭാഗത്ത് പിഴയില്ലെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിഴയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അനുഭവിച്ച ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനകളും എന്തുമാത്രമായിരിക്കും. യുവതിയോട് ബോംബ് ഭീഷണി, IT കമ്പനി അക്കൗണ്ടിനെ ചോദ്യം ചെയ്യും, അങ്ങനെയുള്ള കുറച്ച് വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. 8ാമത്തെ പേജിൽ കടലും കരയും കലങ്ങും കാഴ്ചപ്പാട് പേജാണ്. കേരളത്തിൻ്റെ കടലിലെ മണൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയിൽ കേരളത്തിൻ്റെ കടൽ മേഖലയിൽ കണ്ടെത്തിയ മണൽ ശേഖരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഖനനം പിന്നീട് മറ്റിടങ്ങളിലേക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടലിലെ നേരിയ മാറ്റം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കുമ്പോൾ അടിത്തട്ടാകെ ഇളക്കി മറിച്ചാലോ. മണൽ ഖനനം കടലിലെ ആവാസ വ്യവസ്ഥയുടെയും തീരത്തിൻ്റെയും സർവനാശത്തിനിടയാക്കുമെന്ന് വിദഗ്ധർ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓർമ്മ നഷ്ടത്തിന് കാരണമാകുന്ന രോഗത്തിൻ്റെ ചികിത്സയിൽ നാഴികക്കല്ലായി പുതിയ കണ്ടെത്തൽ. അൽഷിമേഴ്സിൻ്റെ വാർത്തയാണ്. അൽഷിമേഴ്സ് വരുതിയിലാകുമോ എന്നുള്ള ഡോക്ടർ സുരേഷ് C. പിള്ളയുടെ ഒരു സയൻസ് ബ്ലോഗ്, ആ ഒരു ലേഖനമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഏർക്കാഴ്ച പേജിൽ അർബുദ ചികിത്സയിൽ പ്രതീക്ഷ കിരണം. കണ്ടെത്തലിന് പിന്നിൽ മലയാളിയും. ക്യാൻസർ കോശങ്ങൾ പെരുകുന്നതിന് ജനിതക രഹസ്യം തിരിഞ്ഞു പോയ US ഗവേഷണ സംഘത്തിൽ നയിച്ച മലയാളിക്ക് അഭിമാന നിമിഷം. ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യനും സംഘവും തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം വിഖ്യാത മാസികയായ നേച്ചർ പ്രസിദ്ധീകരിച്ചു. അപ്പം പോർട്ടലുകളും തകരാറുകളുമുള്ള DNA ക്യാൻസർ കോശങ്ങൾ അനായാസം വളരുന്നതാണെന്ന് ഡോക്ടർ റോബിനും സംഘവും നിരീക്ഷിച്ചു. അപ്പം എങ്ങനെയാണ് അർബുദ ചികിത്സ? അപ്പോൾ അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ക്യാൻസർ ചികിത്സയിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങളും പുരോഗതികളും വളർച്ചയും ഉണ്ടാക്കാൻ പറ്റൂ. യൂസ്ഡ് വാഹന വിൽപ്പന സ്ഥാപനം ലൈസൻസ് മാർച്ച് 31 വരെ എടുക്കാം. യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പനയ്ക്കുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് 31 വരെ എടുക്കാം. പുതുക്കേണ്ടവരും പുതുക്കുക. സിദ്ധാർത്ഥൻ്റെ ഓർമ്മകളെ ചേർത്തണച്ച് അച്ഛൻ. സിദ്ധാർത്ഥൻ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ, ഒരു ദൃശ്യവും ഒരു ചിത്രവും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയുമാണ്. റാഗിങ്ങിന് ജീവനൊടുക്കിയ മകൻ്റെ വസ്തുക്കൾ ഏറ്റുവാങ്ങി പിതാവ്, എല്ലാം കിട്ടിയിട്ടില്ലെന്ന് പരാതി. അപ്പോൾ ഇപ്പോഴാണ് 1 വർഷമായി മകൻ മരിച്ചിട്ട് ഇപ്പോഴാണ് ആ കുട്ടിയുടെ സാധനങ്ങളെയൊക്കെ അച്ഛൻ ജയപ്രകാശൻ പോയി എടുക്കുന്നത്. PM സൂര്യഭവനം പുരപ്പുറം നിർബന്ധമല്ല, സോളാർ പ്ലാന്റ് നിലത്തുമക. അപ്പോൾ സോളാർ പ്ലാന്റിന് ഇനി പുരപ്പുറം വേണ്ട, പിന്നെ ടെറസ് വേണ്ട, ഓടിട്ട വീടുള്ളവർക്കും അപ്പാർട്ട്മെൻറ്റുകൾ താമസിക്കുന്നവർക്കും സബ്സിഡിക്ക് വഴിയൊരുങ്ങും. അതുകൊള്ളാം. നമ്മുടെ കറണ്ട് ചാർജ് കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം 30,000 രൂപയുടെ 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി. സോളാർ. കേന്ദ്ര സംസ്ഥാന DA 2% കൂടും. പ്രിയങ്കയ്ക്ക് പുതിയ ചുമതല. കോൺഗ്രസിൽ ചർച്ച സജീവം. ആശാ വർക്കർ ജോലി സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നവകേരള തുടർച്ചയ്ക്ക് CPM. നവകേരള യാത്ര വീണ്ടും CPM നടത്തുന്നതിനെക്കുറിച്ചാണ്. വല്ലാത്ത പൊല്ലാപ്പ് ഇല്ലാത്ത ഫണ്ടിലോ പോളിംഗ് നിരക്ക് കൂട്ടാനുള്ള US ധനസഹായം ലഭിച്ചത് ഇന്ത്യക്കല്ല ബംഗ്ലാദേശിനെന്ന റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് കിട്ടാത്ത ഫണ്ടിനെ കുറിച്ചിട്ടാണ് ഈ ട്രംപ് ഇങ്ങനെ വീണ്ടും പറയുന്നതെന്നുള്ള ഒരു ന്യൂസാണ് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി വിധി ബാധിക്കും ആയിരക്കണക്കിന് ഭൂവുടമകളെ. ഭൂമി തരംമാറ്റൽ റദ്ദാക്കിയത് 25 സെൻറ്റിൽ കൂടുതലുള്ളവർ ന്യായവിലയുടെ 10% ഫീസ് അടച്ചാൽ മതിയെന്ന് ഉത്തരവ്. ഭൂമി തരംമാറ്റാനുള്ള 25 സെൻറ്റിൽ കൂടുതലുണ്ട്. ഭൂമി തരംമാറ്റാൻ 25 സെൻറ്റിൽ കൂടുതലുണ്ടെങ്കിൽ മുഴുവൻ സ്ഥലത്തിനും ന്യായവില അടിസ്ഥാനമാക്കി ഫീസ് അടയ്ക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ ആയിരക്കണക്കിന് ഭൂവുടമകളെ ബാധിക്കും. 25 സെൻറ്റിൽ കൂടുതലും എന്നാൽ 30 സെൻറ്റിൽ കുറവുള്ളതുമായ ഒട്ടേറെ അപേക്ഷകർ ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തരംമാറ്റം ലഭിച്ച ഭൂമിയുടെ ഫീസ് അടയ്ക്കുന്നത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. സുപ്രീം കോടതി വിധിയോട് ഇവയെല്ലാം മുഴുവൻ സ്ഥലത്തിനും ഫീസ് അടയ്ക്കേണ്ട സ്ഥിതിയാണ്. ആ വാർത്തയാണ് താഴെ കൊടുക്കുന്നത്. നമ്മൾ 10ാമത്തെ പേജിൽ എഡ്യൂക്കേഷൻ പേജാണ്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫാർമസി എൻട്രൻസ് അപേക്ഷ മാർച്ച് 10 വരെയാണ് അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ്. അപ്പോൾ അതെല്ലാം കുട്ടികളും പാരൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ശ്രദ്ധിച്ച് അത് കൊടുക്കാൻ ശ്രമിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരീക്ഷ ഏപ്രിൽ 22 മുതൽ 30 വരെ. നീറ്റ് നാറ്റ് എഴുതുന്നവരും ഇവിടെ ഇപ്പോൾ അപേക്ഷിക്കണം. PG മെഡിക്കൽ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് സീറ്റ് ഉണ്ട്, അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഓൺലൈനിൽ പോയി ഇത്തവണത്തെ മാറ്റങ്ങൾ ബിഫാമിന് തനതായ എൻട്രൻസ് പരീക്ഷ, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള എൻട്രൻസ് പരീക്ഷ. ഫാർമസിക്ക് തനതായ പരീക്ഷ ഇത്തവണ ഏർപ്പെടുത്തി. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫിസിക്സ് കെമിസ്ട്രി മാർക്കുകൾ യഥാവിധം മാറ്റി ഫാർമസിക്ക് റാങ്ക് നിശ്ചയിക്കുന്ന രീതി ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാർത്തകളാണ് ഇവിടെ
മാത്സ് പഠിക്കാത്തവർക്കും ബിടെക്. വെള്ളായണി കാർഷിക കോളേജിലെ ബിടെക് ബയോടെക്നോളജി പ്രവേശനത്തിന് 12ൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ മതി. മാത്സ് വേണമെന്നില്ല. പക്ഷേ മറ്റെല്ലാ ബിടെക് പ്രോഗ്രാമുകൾക്കും മാത്സ് നിർബന്ധം. ബിടെക് ബയോടെക്നോളജി. അപ്പോൾ മാത്സ് ഇല്ലാത്ത കുട്ടികൾ വിഷമിക്കേണ്ട. ബിടെക്കിന് പോകണമെങ്കിൽ ബിടെക് ബയോടെക്നോളജി പഠിച്ചാൽ മതി. വെള്ളായണി കാർഷിക കോളേജിൽ അത് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാർത്ത. മിനിമം മാർക്ക് ഇളവ്. മാർക്ക് 12 മാത്രമോ അതിനെക്കുറിച്ചുള്ള നീറ്റ് യുജിയിലെ മിനിമം MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിവയ്ക്ക് നീറ്റിൽ 50% മാർക്ക് നേടണം. പട്ടിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് 40% മതി. ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% വേണം. പക്ഷേ വെറ്റിനറി അടക്കം അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിന് നീറ്റിൽ 20 മാർക്ക് മതി. അപ്പോൾ അത് ആ ഒരു വാർത്തയാണ്. സംയോജിത ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം മാർച്ച് 16 വരെ. ആ ഒരു വാർത്തയാണ് ഇതൊക്കെ താഴെ കൊടുത്തിരിക്കുന്നത്. SFI ശിവപ്രസാദ് പ്രസിഡന്റ്, സഞ്ജീവ് സെക്രട്ടറി. SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഇനി ശിവപ്രസാദും PS സഞ്ജീവും നയിക്കും. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശിവപ്രസാദിനെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി ശിവപ്രസാദാണ്. PM ആർഷയെ മാറ്റിയിട്ട് ശിവപ്രസാദാണ് സെക്രട്ടറിയായി PS സഞ്ജീവ്. അതാണ് താഴത്തെ വാർത്ത. നമ്മൾ റൈറ്റിൽ നമുക്കൊരു കൗതുകവും എന്നാൽ റിയലായിട്ടുമായിട്ട് കുറച്ച് ഒരു വാർത്തകളുണ്ട്. പൂർണിമയുടെ ടൈം മാഗസിൻ്റെ വിമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച് ഇന്ത്യക്കാരി. സുന്ദരി ഇഷ്ടമാണ്. രാത്രി സന്ദേശമെങ്കിൽ സൂക്ഷിച്ചോളൂ. അപരിചിതരായ സ്ത്രീകൾക്ക് രാത്രി വൈകി സന്ദേശങ്ങൾ അയക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് മുംബൈയിലെ സെഷൻസ് കോടതി ഓർമ്മിപ്പിച്ചു. സുന്ദരിയാണെന്നും ഇഷ്ടമാണെന്നും ഒക്കെയുള്ള വാക്കുകൾ അശ്ലീലത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് വ്യക്തമാക്കി. അതുകൊള്ളാം. രാത്രിക്ക് ശേഷം സ്ത്രീകൾക്കൊക്കെ സുന്ദരി, നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ട് എഴുതരുത്. ലവ് യു എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. ഇതെല്ലാം അശ്ലീലത്തിൽ വരും. രാത്രിക്ക് ശേഷം സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ സൂക്ഷിക്കുക. മാരത്തൺ ഡാൻസ് 24 മണിക്കൂർ 9 മിനിറ്റ് 26 സെക്കൻഡ്. ഓർമ്മശക്തിയിൽ വിശ്വരാജകുമാരൻ. മെമ്മറി ലീഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഓർമ്മശക്തിയുടെ രാജാവായ ഇന്ത്യൻ വിദ്യാർത്ഥി വിശ്വരാജകുമാർ 80 നമ്പറുകൾ 13.5 സെക്കൻഡിലും 30 ചിത്രങ്ങൾ 8.4 സെക്കൻഡിലും മനസ്സിലാക്കി ഓർത്തെടുത്താണ് ഈ നേട്ടം. കൊള്ളാം. ഒരു ഫോൺ നമ്പർ വില 9 കോടി. മസ്കറ്റ് ഒരു മൊബൈൽ നമ്പർ. ഒമാനിൽ ലേലം പോയത് 9.64 കോടി രൂപയ്ക്ക്. ഇത് ഒമാനിലെ ഏറ്റവും വിലയേറിയ ഫോൺ നമ്പറായി മാറി. വടക്കൻ വരുന്നു ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ശബ്ദവിന്യാസവുമായി മലയാളം സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ വടക്കൻ മാർച്ച് 7 തിയേറ്ററുകൾ വരുന്ന ഒരു വാർത്തയാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് സാമ്പത്തികം പേജ് ബിസിനസ്സാണ്. ബിസിനസ് പേജിനകത്ത് റോഡ് നിർമ്മാണം സ്വാഭാവിക റബ്ബറിൻ്റെ സാധ്യത തേടും എന്നുള്ള ഒരു വാർത്തയാണ്. ചെറിയ കേരളം വലിയ സാധ്യതകൾ. കേരളത്തിൻ്റെ അനന്ത സാധ്യതകളിൽ വിശ്വാസമർപ്പിച്ച് വൻ മുതൽ മുടക്കിന് ഒരുങ്ങിയ നിക്ഷേപകർ. 30,000 കോടി നിക്ഷേപവുമായി അദാനി. 880 കോടി 3 വർഷത്തിനുള്ളിൽ. ഇങ്ങനെയുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ അനന്ത സാധ്യതകൾ വിശ്വാസമർപ്പിച്ച് നിക്ഷേപകർ വന്നതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. കൊച്ചിയിൽ നടക്കുകയാണ് നിക്ഷേപ സമ്മേളനം. മാലിന്യ സംസ്കരണം എത്ര കോടി മുടക്കാനും 2 കമ്പനികൾ തയ്യാർ. കൊച്ചിയിൽ വരുന്നു ജിയോയുടെ നൂതന ഫൈബർ ഓപ്റ്റിക് കേബിൾ. അടുത്ത പേജിൽ 12ാമത്തെ പേജിൽ വർത്തമാനമാണ്. കുഞ്ഞുവാവ തനിച്ചല്ല, ഇനി കേരളത്തിൻ്റെ മകൾ. ബേബി ഓഫ് രഞ്ജിത ഇനി കേരളത്തിൻ്റെ മകൾ. ജാർഖണ്ഡ് ദമ്പതികൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ICUവിൽ ഉപേക്ഷിച്ച കുഞ്ഞിന് സംസ്ഥാന സർക്കാർ നിരീക്ഷണം ഒരുക്കും. അച്ഛനമ്മമാർ തനിച്ചാക്കിയ 23 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിനെ കുറിച്ചുള്ള മലയാള മനോരമ വാർത്തയെക്കുറിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം. കുഞ്ഞുവാവ തനിച്ചല്ല, ഇനി അവൾ കേരളത്തിൻ്റെ മകളാണ് എന്ന് ഉള്ള ഒരു ആർട്ടിക്കിളാണ് കൊടുത്തിരിക്കുന്ന ലേഖനം. യുവതിയോട് അപമര്യാദ. ബസ്സിൽ നിന്ന് ചാടി യുവാവിൻ്റെ കാലൊടിഞ്ഞു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയത് പ്രശ്നമായപ്പോൾ പിടിക്കപ്പെടാതിരിക്കാൻ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ യുവാവിൻ്റെ കാലൊടിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയുള്ള ബസ്സിലും അവിടെ ഇവിടെയെല്ലാം സ്ത്രീകൾക്ക് നേരെ മീൻസ് ലൈംഗിക ദാരിദ്ര്യമാണ് എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ ആൺകുട്ടികളിലും പുരുഷന്മാരിലും എല്ലാവരുടെയും. എന്താണോ എന്തോ ഇങ്ങനെ. ബൈക്ക് അപകടം ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ന്യൂസസാണ് ഇവിടെയുള്ളത്. തിരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആൾക്കാരുടെ ചിത്രങ്ങളും ന്യൂസുമാണ്. കായികം പേജിൽ സ്പോർട്സ്. സക്സസ് സേന
ഗുജറാത്തിനെ മറികടന്ന് കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ ഒരു വാർത്തയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം രഞ്ജി ട്രോഫിയിൽ. അത് തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ പേജിൽ വായിച്ചത്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലേഖനമാണ് കായികം പേജിൽ കൊടുത്തിരിക്കുന്നത്. ഹെൽമറ്റിൽ ചില്ലിട്ട് സൂക്ഷിക്കും KCA. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ 1-ാം ഇന്നിംഗ്സ് ലീഡ് ഉറപ്പാക്കി കേരളത്തിന് ജീവൻ രക്ഷിച്ച ഹെൽമറ്റ് ഇനി നിത്യസ്മാരകം. സൽമാൻ നിസാർ ധരിച്ചിരുന്ന ഹെൽമറ്റ് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ടീമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിനും ഇത് സണ്ണി ഡേയ്സ്. ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ സംസാരിക്കുന്നു. സുനിൽ ഗവാസ്കർ തന്റെ കാസർഗോഡ് സന്ദർശനത്തിനെ കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമ കണ്ണൂർ എഡിഷൻ പത്രവുമായി. അതിഥി ദേവോഭവ. ഗുജറാത്തിന്റെ അവസാന വിക്കറ്റ് വീണപ്പോൾ സൽമാൻ നിസാറിന്റെ ഹെൽമറ്റുമായി ജലജ് സക്സേനയുടെ ആഹ്ലാദം. കേരള ടീമിലെ അതിതാരം ജലജ് സക്സേന സംസാരിക്കുന്നു. കേരളം ഒന്നിച്ചു നേടിയ വിജയം. ഇത് ചരിത്ര നിമിഷം. ഫിറോസ് വി റഷീദ്. അപ്പോൾ ഇത് എല്ലാം കേരളം രഞ്ജി ട്രോഫിയിൽ ഫൈനലിലെത്തിയതിനെ കുറിച്ചുള്ള വാർത്തയാണ്. കൺഗ്രാറ്റ്സ്. അനായാസം ആഫ്രിക്ക സ്പോർട്സ്. കൂളായി ഗോവ വിയർക്കാൻ ബാസ്റ്റേഴ്സ്. ഇതും ഈ പേജും അതുകൊണ്ട് തന്നെ ഇതും ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വാർത്തകൾ, കായികം വാർത്തകളെല്ലാം റൈറ്റ് പേജിലാണ്, 15-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അനായാസം ആഫ്രിക്ക, കൂളായി ഗോവ വിയർക്കാൻ ബാസ്റ്റേഴ്സ്. സച്ചിനും യുവരാജും വീണ്ടും കളത്തിലേക്ക് വരുന്ന ഒരു വാർത്തയുണ്ട് മുകളിൽ. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയൊരുക്കാൻ ഇന്ത്യ. ബംഗളൂരുവിന് വിജയം. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ അയൽപ്പോര്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട്. സ്റ്റാർ വാർ. അത്രയും വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. അവസാനമായി ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് ബിനോയ് വിശ്വം. പിന്തുണച്ചിട്ട് കാര്യമില്ലല്ലോ, ആവശ്യം ന്യായം ചർച്ചയിലൂടെ പരിഹരിക്കണം. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപടിയെടുക്കണം. നിങ്ങൾ CPI എന്ന് പറയുന്നത് ഭരണ സർക്കാരിൻ്റെ പകുതി ഭാഗമാണ്, പാർട്ടാണ്. അപ്പം തീരുമാനമെടുപ്പിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് AG's ഓഫീസിന് മുന്നിൽ. തോമസ് ഐസക് സാർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആശാ വർക്കർമാരുള്ള നിഷേധാത്മക സമീപനം അവസാനിപ്പിക്കണം. മുരളീധരൻ. കടൽ മണൽ ഖനനം പ്രതിഷേധം വ്യാപകം. കൊല്ലം മേഖലയിലെ 242 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിൽ കടലിൽ നിന്ന് 302.4 ദശലക്ഷം ടൺ മണൽ ഖനനം ചെയ്യാനുള്ള പദ്ധതിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ള മത്സ്യബന്ധന മേഖലകളിലൊന്നായ കൊല്ലം പരപ്പിൽ നിന്നുള്ള ഖനനം ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുമെന്ന് ശാസ്ത്ര സമൂഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് മുതൽ കൊല്ലം ഹാർബർ വരെ ഉൾപ്പെട്ട ഭാഗമാണ്. 27 മുതൽ 33 കിലോമീറ്റർ വരെ ദൂരമുള്ള ഭാഗത്താണ് ആദ്യം മണൽ ഖനനം നടക്കുക. മണൽ ഖനനം പാടില്ല എന്നുള്ളത് വെച്ചിട്ട് സമരങ്ങൾ നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാനായിട്ട്, അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാതിരിക്കാൻ ശ്രമിക്കുക അധികൃതർ. അത്രയും എനിക്ക് പറയാനുള്ളൂ. DP ശ്രീനിവാസനെ മർദ്ദനം ആർഷയെ പിന്തുണച്ച് SFI. SFI പിന്തുണയ്ക്കുകയാണ് DP ശ്രീനിവാസനെല്ലാം ആര് വേണമെങ്കിലും അടിക്കാവുന്നു. അപ്പം നല്ല വിദ്യാർത്ഥി സംഘടന. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാതൃകയാവും. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 22-ാമത്തെ മെട്രോ പേജ് എന്ന് പറഞ്ഞൊരു പേജ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. ചീഞ്ഞി തുടങ്ങി ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കണമെന്ന് കോർപ്പറേഷൻ നയമെങ്കിലും പദ്ധതി നടപ്പാക്കാൻ താല്പര്യമില്ല. വിതരണം ചെയ്ത കിച്ചൺ ബിന്നുകൾ പകുതിയും അപ്രത്യക്ഷമായി. വീട്ടിലെ മാലിന്യം എവിടേക്ക് മാറ്റണമെന്നറിയാതെ ജനം. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ നാട് നാറും. അപ്പോൾ ഈ മാലിന്യങ്ങൾ എവിടെ കൊണ്ട് കളയണമെന്ന് അറിയാൻ വയ്യാതെ ജനം. ഇതൊക്കെ എങ്ങനെയെങ്കിലും സംസ്കരിക്കാൻ വേണ്ടി കോർപ്പറേഷൻ എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കണം. നമ്മളും കോർപ്പറേഷനിലാണ്. നമ്മളൊക്കെ പുരയിടങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ബാക്കി കത്തിച്ച് കളയുന്നു. കുറച്ച് വെജിറ്റബിൾസൊക്കെ നട്ടതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കിച്ചൺ ബിന്നുകൾ കൊണ്ടുവരുന്ന 22,000 കിച്ചൺ ബിന്നുകളാണ് കോർപ്പറേഷൻ അടുക്കള മാലിന്യം സംസ്കരിക്കാനായി വിതരണം ചെയ്തത്. ഇത് പ്രവർത്തിക്കുന്ന 34,000 മാത്രമാണെന്നാണ് കണക്ക്. ബാക്കിയുള്ള കിച്ചൺ ബിൻ എന്ത് ചെയ്യുമെന്നോ വീട്ടിൽ അലക്കിയ തുണി സൂക്ഷിക്കാനും ചെടികൾ നട്ട് വളർത്താനും ഇത് വെറുതെ പറയുന്നതല്ല, സർവേയിൽ കണ്ടെത്തിയതാണ്. കൊള്ളാം, നല്ല രസം. കാരണം മാലിന്യം എവിടേക്ക് പോകുന്നു? മാലിന്യം സംസ്കരിക്കാൻ കോർപ്പറേഷൻ വക പൊതുവായ എയറോബിക് ബിന്നുകൾ. ഇപ്പോഴും മാലിന്യ സംസ്കരണം നടത്തുന്നത് 510. പാറവശാലകളുടെ കാര്യം ഇനി എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. മെട്രോ മനോരമ നമ്മുടെ കോർപ്പറേഷനെ കുറിച്ചുള്ള വാർത്തകളാണ്. 2025 മനുഷ്യൻ കുടവയർ നമ്പർ 1. അപ്പം സ്ത്രീകളും പുരുഷന്മാരും കുടവയറിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടവയറുള്ളത് കേരളത്തിലാണ് എന്ന് പറയുകയാണ്. ചോറിൻ്റെ അളവ്, നമ്മൾ ചോറ് കഴിക്കുന്നവരായിരുന്നു നമ്മുടെ കുടവയർ ഇങ്ങനെ മുകളിലോട്ടും ഇങ്ങനെ വയറിങ്ങനെ വലുതായി വരും. അതുകൊണ്ട് ചോറ് വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഒരുപാട് വായിക്കാനുള്ള ന്യൂസുകളാണ്. പിന്നെ സമയം തികയാത്തത് കൊണ്ടും തന്നെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ച് പോവാം. ഒരു പാർക്ക് നന്നായില്ല. കോടികൾ തുരുമ്പ് കുറുക്കടിയത്. കോവളം ബേക്കൽ ജലപാത
പാർക്ക് ഇതൊരു മെട്രോ പേജാണ്, അതുകൊണ്ട് തന്നെ മെട്രോ പേജ് എല്ലാം ഉണ്ട് കേട്ടോ. കഴുത്തിലും ഡെനിം ജുവലറി, കഴുത്തിലും കാതിലും ഡെനിം. സ്ത്രീയായി ഞാനിത് കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പം ഇതേപോലുള്ള കഴുത്തിലും കാലിലും പ്രത്യേക ജുവലറി. നമ്മൾ സ്വർണ്ണമൊക്കെ ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്വർണ്ണം ഒന്നും ഇട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ പുറകിൽ കള്ളന്മാർ വരും. വെറുതെ ജീവനും കൂടി കൊണ്ടുവന്ന് കള്ളന്മാർക്ക് കൊടുക്കേണ്ട. അപ്പോൾ മാക്സിമം സ്വർണ്ണമൊക്കെ ഉപയോഗിക്കാതിരിക്കുക. സീനിയർ എഴുത്ത് സീരിയസും. ഇപ്പോൾ മുതിർന്ന എഴുത്തുകാർ ഈ നഗരത്തിൽ നിന്നുള്ള, തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള മുതിർന്ന എഴുത്തുകാരെ കുറിച്ചിട്ടാണ് ഈ ഒരു പേജ്. മനസ്സുണ്ടെങ്കിൽ പ്രായം എഴുത്തിന് തടസ്സമല്ല. ആശ്രാമഭാസി, കാരയ്ക്കാമണ്ഡപം വിജയകുമാർ എന്നിവർക്കൊപ്പം പെരുമ്പടവും ശ്രീധരൻ. അപ്പം ആ ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വാർത്താവിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത പത്രവുമായി നാളെ നമുക്ക് കാണുന്നതിലേക്കും ബൈ, ടേക്ക് കെയർ.